I'm sweating, guys. I'm sweating. Bye, guys. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഹൻസിക കൃഷ്ണയുടെ സബ്സ്ക്രിപ്ഷൻ ആണല്ലോ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. എനിക്ക് തോന്നുന്നു ഞാനാന്ന് തോന്നുന്നു ഏറ്റവും ലേറ്റ് ആയിട്ട് ഈ ഒരു വിഷയം റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൻസികയുടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ഏതോ ഒരു വ്യക്തി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനകത്തൊരു വീഡിയോ എടുത്ത് പുറത്തിട്ടതായിട്ടായിരുന്നു നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഈ ഒരു സംഭവം വൈറലായിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. Hi. I'm sweating, guys. I'm sweating. Bye, guys. ഇനി ഇതിനകത്ത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 ദിവസം മുന്നേ പുള്ളിക്കാരിയുടെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 1223 പേരായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ പുറത്തോട്ട് ഇത്രയും സ്പ്രെഡ് ആയതിനു ശേഷം സബ്സ്ക്രിപ്ഷൻ എണ്ണം കൂടിയിട്ടുണ്ട് 2702 പേര്. അതായത് ഒരു മാസം കിട്ടാൻ പോകുന്നത് 10,53,780 രൂപയാണ് സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം കിട്ടുന്ന ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ. അപ്പം എനിക്കിതിനകത്ത് ഹൻസിക കൃഷ്ണ അങ്ങനെ ചെയ്തോ അതിനെ പറ്റിയിട്ട് പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് എന്നെ പറ്റിയിട്ട് തന്നെയാണ് സുഹൃത്തുക്കളെ പറയാനുള്ളത്. ഞാൻ ഇനി മുതൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോകാം. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? പക്ഷെ നമ്മളെയൊക്കെ ആരെങ്കിലും ഇതുപോലെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തെടുത്ത് വെച്ച് കാണിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നമേ. ഇതെന്താ ഇത് ഇക്വാലിറ്റി എന്നൊക്കെ നമ്മുടെ സമൂഹത്തിൽ പറയുമെങ്കിൽ ഇത് ഭയങ്കര ഇനിക്വാലിറ്റിയാണ്. പെൺകുട്ടികൾക്ക് മാത്രം ഇതുപോലെ ആൾക്കാർ ഇത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്, നമ്മളൊന്നും ആരും സബ്സ്ക്രൈബ് ചെയ്യാനില്ല. അപ്പം നമ്മൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. ഞാൻ എൻ്റെ വയറ് കാണിക്കുക സുഹൃത്തുക്കളെ, അത് കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കളെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ വന്നതിൻ്റെ തൊട്ട് പിറകെ തന്നെ ഒരുപാട് ഹൻസികയുടെ റീസെൻ്റ് ആയിട്ട് ഇട്ടേക്കുന്ന വീഡിയോക്കകത്ത്, സിന്ധു കൃഷ്ണയുടെ റീസെൻ്റ് ആയിട്ട് ഇട്ടേക്കുന്ന വീഡിയോക്കകത്തൊക്കെ ആണെങ്കിൽ കുറേ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. മോളെ നല്ലപോലെ വളർത്താൻ പഠിപ്പിച്ചുകൂടെ, ഇത് എന്തോന്ന് ഡ്രസ്സിങ് ആണ് വെച്ചേ, ഇത് ഭയങ്കര ഷെയിം ഓൺ യു, ഇതൊരു പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെയാണ് എന്നുള്ള രീതിയിലൊക്കെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു വീഡിയോക്കകത്ത് എനിക്കൊന്ന് സബ്സ്ക്രിപ്ഷനകത്ത് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഇതിങ്ങനെ പുറത്ത് വന്നപ്പോഴാന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഡ്രസ്സിങ്ങോ അത് ഇതൊക്കെ കണ്ടിട്ട് കുറേ ആളുകൾ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട്, ഹൻസിക ഉദ്ദേശിച്ചൊരു സാധനമുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിനകത്തിലെ സംഭവം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ വർണ്ണിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ വസ്ത്രദാനത്തിൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഇപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ഈ ഒരു സംഭവത്തെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രേണുവൊക്കെ ആണെങ്കിലും പർപ്പിൾ ചേച്ചി ആണെങ്കിലും ഇവരൊക്കെ തന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്, സബ്സ്ക്രിപ്ഷൻ ഈ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. ആൻഡ് ഈ ചെയ്യുന്ന കാര്യം അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, അവർക്കൊന്നും പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കാർക്കും പ്രശ്നം തോന്നേണ്ട ആവശ്യമില്ല. പക്ഷെ ഹൻസികയുടെ ഈ ഒരു കേസിലൊക്കെ കൂടുതൽ ആളുകൾ ഈ ഒരു വലിയ രീതിയിൽ പറഞ്ഞതിൻ്റെ ഒരു പല POVs ഉണ്ട്. അതിനകത്ത് ഒന്ന്, ഹൻസികയുടെ കുഞ്ഞുനാൾ മുതലുള്ള പല വീഡിയോസ് കാര്യങ്ങളൊക്കെ ആളുകൾ കണ്ടിട്ട് ആ ഒരു ഫാമിലി എന്ന നിലയിൽ പലർക്കും തോന്നിയിട്ട് ആ രീതിയിലും പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇത് കണ്ടിട്ട് ഇത് എന്തോന്ന് കൊച്ചെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒളിഞ്ഞിരുന്ന് കണ്ടിട്ടും വന്നിട്ട് എന്തുവാ കൊച്ച ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇതിനെക്കാട്ട് ബിക്കിനൊക്കെ ഇട്ടുകൊണ്ടുള്ള വീഡിയോസൊക്കെ മുമ്പ് ഹൻസിക, അഹാന കൃഷ്ണ ഇവരെല്ലാവരും ഉള്ള വീഡിയോസൊക്കെ തന്നെ മുമ്പ് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ തന്നെ ഇട്ടിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇത് അത്ര ഡ്രസ്സിങ് വസ്ത്രധാരണത്തിൻ്റെ പേരിൽ അങ്ങനെ പ്രശ്നമായിട്ട് ആൾക്കാർക്ക് തോന്നേണ്ട ആവശ്യമുണ്ടോ? കാര്യം ഒരാളുടെ വസ്ത്രധാരണം അവരുടെ ചോയ്സ് ആണ്, അവരുടെ ഇഷ്ടമാണ്, അതിനകത്ത് മറ്റൊരാൾ കൈ കടത്തേണ്ട ആവശ്യകതയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോക്കകത്ത് ഹൻസിക എന്താണ് ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് തന്നെയാണ് ഇതിനകത്തിലെ സംഭവം. അപ്പോൾ ഇതിനകത്തിലെ ഹൻസികയുടെ റീസെൻ്റ് ആയിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോക്കകത്ത് വന്നിരിക്കുന്ന കമൻറ്റ്സ് നമുക്ക് നോക്കാം. ഫോളോവേഴ്സ് കൂടിയപ്പോൾ 299 to 399 ആക്കി റേറ്റ്, വീട്ടിൽ ഇത്ര പൈസ ഇല്ല. അതിനെ പറ്റിയിട്ട് എനിക്കറിയത്തില്ല കേട്ടോ, നേരത്തെ റേറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ കുറവായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ബ്രോ, ഐ ആം ജെൻസി കിഡ്, ഐ ലവ്ഡ് ആൻഡ് സപ്പോർട്ട് യുവർ ഡ്രസ്സിംഗ് സെൻസ് ആൻഡ് ഡാൻസിങ് വീഡിയോസ്, ബട്ട് ദിസ് ഈസ് സോ
cheap. I never expected this from you. You are cooked. Custom only fans light version setup on your subscription. വൃത്തികെട്ട ജന്തു തൂ തെണ്ടിച്ചേ വൃത്തികെട്ട പെണ്ണ് പന്ന പെണ്ണ് ചീ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കൂതറ പെണ്ണ് അവളുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് തൂ ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ഷെയിം ഓൺ യു ആൻഡ് യുവർ ഫാമിലി ഹേറ്റ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സനാതന കുടുംബം, എൻ്റെ പൊന്നെ, സനാതന കുടുംബം, സനാതന ധർമ്മത്തെ പറ്റിയിട്ടൊന്നും പറയരുതേ. സനാതന ധർമ്മത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങളും ഒക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വേറെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ദേവദാസിമാരും അങ്ങനെ കുറേ ഇതൊക്കെ സനാതന ധർമ്മത്തിൽ പെടുന്ന കാര്യങ്ങളല്ലേ. Did not expect this from you, Hansika. After watching all your troll videos, disappointed. You are rich girl. Why do you want to make money putting such videos in your YouTube? I respect Krishna Kumar sir. Don't spoil his name. ഇനി സിന്ധു കൃഷ്ണയുടെ കമന്റ് ബോക്സ് വന്നിട്ടുണ്ട്. സോറി ടു സേ ബട്ട് യുവർ കിഡ് ഈസ് ഓൺലൈൻ പ്രോസ്റ്റ്. All sexually suggestive poses by such a young woman is quite concerning. Nothing empowering about that. Honestly, ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെയല്ലേ മക്കൾ ക്യാഷ് വാങ്ങി ന്യൂഡിറ്റി വിൽക്കുന്നത്? ബേബി ചെയ്യുന്നതൊന്നും അമ്മ അറിയുന്നില്ലേ? അങ്ങനെ നിരവധി കമൻറ്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അഹാന കൃഷ്ണ റീസെൻ്റ് ആയിട്ട് ഇട്ടേക്കുന്ന ഇവരുടെ ഒരു ആൽബം ആണോ ഒരു മ്യൂസിക് വീഡിയോക്കകത്താണെങ്കിൽ ഇതുപോലെ വന്നിട്ടുണ്ട്. ഡിസിപ്ലിൻ യു യങ്ങർ സിസ്റ്റർ ഇഫ് ദോ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ട്രെൻഡ് ഈസ് റിയൽ ഇറ്റ്സ് വൾഗർ ഇറ്റ്സ് യുവർ ചോയ്സ് ഓഫ്റ്റർ ഓൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ കമൻറ്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഇതുപോലെ ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ നമ്മൾ പബ്ലിക്കിലോട്ട് ഒരു സാധനം ഇടുമ്പോഴത്തേക്കിന് കാണുന്ന ആളുകളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ മാറും. ചില ആളുകൾ ശരിയെന്ന് പറയും, ചില ആളുകൾ ഇത് തെറ്റെന്ന് പറയും. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണെന്ന് നമ്മളെപ്പോലെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ പല രീതിയിലാണ് ആളുകളുടെ കാഴ്ചപ്പാടുകൾ അഭിപ്രായങ്ങളൊക്കെ മാറുന്നത്. പിന്നെ ഇതിനകത്ത് കുറേ ആളുകൾ വസ്ത്രധാരണത്തിൽ കണ്ടോ, വസ്ത്രം പിന്നെയും പിന്നെ ഇറക്കി ഇടുകയാണ്, ഇനിയും കുറയ്ക്കുകയാണെന്നൊക്കെ രീതിയിൽ പറയുമ്പോഴത്തേക്കിനും ഓൾറെഡി ഇതിനേക്കാൾ ഇതായിട്ടുള്ള ബിക്കിനി ഇട്ടുകൊണ്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഓൾറെഡി ഇവർ ഇട്ടിട്ടുള്ളത് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഇനിയും മറ്റൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നസ്ലിനായിട്ടൊരു മൂവിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നല്ലോ, അടുത്ത നസ്ലിൻ്റെ മൂവിയുടെ നായികയാണെന്നുള്ള രീതിയിൽ. അപ്പം അന്ന് വന്നേക്കുന്ന ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. എല്ലാവരും പറയുന്നുണ്ട് നസ്ലിൻ്റെ നായികയായിട്ട് പറയാൻ കറക്റ്റ് ആക്കിയാണ് ആ സമയത്താണ് ഈ ഒരു വീഡിയോ പുറത്തോട്ട് വന്നതെന്നുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചാൻസിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ഇതുപോലെ മാറ്റുന്ന എന്നുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള സംഭവങ്ങളും ചിലപ്പോൾ ആ സമയത്ത് വന്നേനെ. എന്താണെങ്കിൽ കൃഷ്ണകുമാർ ഇവരുടെ അച്ഛൻ കുറേ നാളുകൾക്ക് മുന്നേ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്കിനി അതുകൂടെ ഒന്ന് കേൾക്കാം. ചേട്ടനെ പറ്റി കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയ പറയാറ് ഭയങ്കര കൂൾ ഡാഡി എന്നാണ് പറയാറ്. ഇപ്പൊ പൊതുവിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തന്ത വൈബ് അല്ല വൈബ് തന്നാന്ന് പറഞ്ഞിട്ട് എല്ലാരും പറയും കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾക്ക് നൽകുന്ന പോലത്തെ ഒരു ഫ്രീഡം അതാണ് ഓരോ അച്ഛനും നൽകേണ്ടത് എന്ന് പറയാറുണ്ട്. ആദ്യം തിരുത്തട്ടെ, ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാ, ഞാൻ തരേണ്ടതല്ല. ഞാൻ ആരാ തരാൻ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രിൻസി എന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെ, ഇവിടെ ഇരിക്കുന്ന രണ്ട് സൗകര്യങ്ങളുണ്ട്, ക്യാമറയുടെ പിന്നിലിരിക്കുന്നത്, ഇവരൊക്കെ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്. ഈ നിങ്ങൾ പിന്നെ കാണുന്ന പോലെ അത്ര കൂളൊന്നും അല്ല ഞാൻ. ഈ പിള്ളേർക്കൊക്കെ നല്ല വഴക്കും ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നേക്കാൾ അറിവ് എനിക്ക് പുതിയ തലമുറയെ വളരെ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ തലമുറയും വളർന്നു വരുമ്പോൾ പിൻതലമുറക്കാർ വരും, തലതെറിച്ച ഒരു തലമുറ തന്നെ കേട്ടോ, പറഞ്ഞ ഇത് ഞങ്ങളും കേട്ടതാ, ഇപ്പോഴും പറയുന്നു. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഭയങ്കരമായിട്ട് വഴിപടച്ച് പോകുന്നവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കണ്ടില്ലേ, കണ്ടോ ഇപ്പം എൻ്റെ മക്കൾ ആമ്പിള്ളേരൂടെ കറങ്ങുന്നു, പെൺകുട്ടികൾ ഒരു നിയന്ത്രണമില്ല, കണ്ടവൻ്റെ കൂടെ ഇതാണ് പറയുന്നത്. അതിനകത്തൊരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ ഞാൻ ഈ പ്രായത്തിൽ പോയിരുന്ന കാലത്തും എനിക്കും ഇതേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പെൺകുട്ടികളുടെ കൂടെ പോവുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. അഥവാ ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയാൽ പച്ചക്കള്ളം വീട്ടിൽ ഒന്ന് പറയും. എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛന് സുഖമില്ലാതായി, അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായി, പച്ചക്കള്ളം പറയുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ കള്ളം പറയുന്നില്ല. ഇത്രയും ഞാൻ കാണുന്നൊരു വ്യത്യാസം. പക്ഷെ എന്നാലും ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും, ഈ മൂല്യങ്ങൾ എന്ന് പറയും, വാല്യൂസ്, അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ബഹുമാനിക്കുക, മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും എതിരെ നിൽക്കുന്ന ആളെ ബഹുമാനിച്ച് തന്നെ പോവുക, ആരോ ആയിക്കോട്ടെ ബഹുമാനിക്കുക. കാരണം കൊടുക്കുന്നതേ തിരിച്ചു വരും, അത് കർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാനിക്കുക.
പിന്നെ ഏതും ഓവർ യൂസ് അപകടമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, whatever it is, ഓവർ യൂസ് അപകടം തന്നെയാണ്. അപ്പം ഇതെല്ലാം നിയന്ത്രിക്കും. അതെ, ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലി തന്നെയാണ് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി. ഇതിനകത്ത് കുട്ടികളുടെ അടുത്ത് ഈ നേരത്തെ പണ്ടത്തേക്കാട്ടിൽ ഇപ്പോൾ ഈ കള്ളം പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഭീകരമായിട്ടുള്ള കള്ളങ്ങൾ പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഓപ്പണായിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾക്ക് നല്ലത് ഏത് ശരി ഏത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലാതെ ഇപ്പം പല ആളുകളും പറയുന്നത് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഇതുപോലെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ വഴി തെറ്റിപ്പോകുന്നുള്ള. എൻ്റെ പൊന്നോ, സബ്സ്ക്രിപ്ഷൻ വന്നതിന് ശേഷമാണല്ലോ മിയ ഖലീഫേനെ, സണ്ണി ലിയോനെ ഇവിടെയുള്ള എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ പിന്നെ അത് വിട്, കുട്ടികൾ വഴി തെറ്റുന്നുള്ള രീതിയിൽ പറയാനൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ കുട്ടികൾക്ക് ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്താണെന്ന് പോലും പറഞ്ഞു കൊടുക്കാത്തടത്താണ് കുട്ടികൾ വഴി തെറ്റെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ കുറ്റം പറയാൻ പോകുന്നത്. കുട്ടികൾക്ക് വേണ്ടുന്ന എന്താണ് ശരിതെറ്റുകൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം അവരായിട്ടാണ് സ്വയം ചിന്തിച്ച് ശരിതെറ്റുകൾ പിന്നീട് പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് മനസ്സിലാക്കി ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, അവിടെ വേണം നമ്മൾ ആ ഒരു ഈ പറയുന്ന പേരന്റ് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അല്ലാതെ ആരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഇത് കണ്ടില്ലേ കുട്ടികൾ വഴി തെറ്റും, എൻ്റെ പൊന്നടാവേ അയ്യോ, മിയ ഖലീഫേനെ സണ്ണി ലിയോനെ ഞാൻ നേരത്തെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണല്ലോ ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം അറിഞ്ഞത്. അപ്പോൾ അത് വിട്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും പറയുന്നത് ഇനി ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ വരും എന്നുള്ള രീതിയിലൊക്കെ. അതിനകത്ത് എനിക്ക് ഒന്നേ പറയാനേ ഉള്ളൂ, ഞാനും ചെറുതായിട്ടൊരു സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഒക്കെ തുടങ്ങുന്നതിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? കൈസ്, എനിക്ക് ഒന്നുമില്ലേ ഞാൻ എൻ്റെ വയറ് കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ രേണുവൊക്കെ തൊട്ട് കാലിങ്ങനെ കാണിക്കും. കാലിനൊക്കെ ദൂരം ഫാൻസ് രേണുവൊക്കെ, അതുപോലെ ഞാൻ വേണേൽ കാല് കാണിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവോടെ? കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. പിന്നെ ഇനിക്വാളിറ്റിയാണ് സുഹൃത്തുക്കളെ, പെൺകുട്ടികൾക്ക് മാത്രം സബ്സ്ക്രിപ്ഷൻ കൂടും, നമ്മൾ ആൺപിള്ളേരെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരാളും ഇല്ല. നമ്മളിത് മാറ്റി കുറിക്കേണ്ടത്. നിങ്ങളുടെ ഇത്രയും നാളായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ എക്സ്ക്ലൂസീവ് കണ്ടന്റ് നമ്മൾ പറഞ്ഞു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനകത്ത് ഈ എന്തായാലും ഒരു ഇനീക്വാളിറ്റി കാണിക്കുന്നത് 390 രൂപയ്ക്കല്ലേ ഇവർ ഇതിനകത്ത് പേ ചെയ്യാനെ കൊണ്ട് വെച്ചേക്കുന്നത്. നമ്മളൊരു 500 രൂപ ആക്കാം, നമുക്ക് 500 രൂപയ്ക്ക് തുടങ്ങാം സബ്സ്ക്രിപ്ഷൻ പരിപാടി. എന്ത് പറയുന്നത്? നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? എന്താണെങ്കിലും മുഴുവനായിട്ട് ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.